സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് മുതൽ എവിടെയും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകും ടിൻഡു ദാസ്, ദിലീപ് ദേവസ്യയും. അപ്പോൾ ടിൻഡുവിലേക്ക് പോകുന്ന സമയത്ത് ഈ അലർട്ടുകളുടെ കാര്യത്തിൽ നമുക്കൊരു ആശ്വാസം വന്നിരിക്കുകയാണ്. യെല്ലോ അലർട്ട് മാത്രം 5 ജില്ലകളിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ റെഡിനും ഓറഞ്ചിനും ഒക്കെ നമ്മളങ്ങനെ വിട നൽകിയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു മഴ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു രീതിയിലുള്ള മഴ നമ്മൾ പ്രതീക്ഷിക്കണോ ടിൻഡു? വിഷ്ണുപ്രിയ, അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴയൊന്നും ഇത് പ്രവചിച്ചിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസത്തെ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്ന് എവിടെയും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മലപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലൊക്കെ ഈ കുറച്ച് ജാഗ്രതാ നിർദ്ദേശം വേണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും ഒക്കെ അതിതീവ്ര മഴ, അതിശക്തമായ മഴ മുന്നറിയിപ്പുകളില്ല. ശക്തമായ മഴയായിട്ടുള്ള യെല്ലോ അലേർട്ട് ഈ വടക്കൻ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് ജാഗ്രതാ നിർദ്ദേശം വേണം. പിന്നെ 3 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇനി എവിടെയൊക്കെ തെക്കൻ ജില്ലകളിലോ മധ്യ കേരളത്തിലോ ഇത്തരത്തിൽ മഴയിൽ മാറ്റം വന്നിട്ടോ ഉണ്ടോ എന്ന് മനസ്സിലാകും. ഏതായാലും അതിശക്തമായിട്ടുള്ള മഴ പ്രവചിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴ പ്രവചിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടായിരിക്കും തുടരുക. ഓറഞ്ച്, റെഡ് അലേർട്ടുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. മൺസൂൺ അതിശക്തമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വിഷ്ണുപ്രിയ. ശരി, ഇനി നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നും ദിലീപ് ദേവസ്യാണ്. ദിലീപ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റെഡ് ഓറഞ്ച് അലേർട്ടുകളൊക്കെ ആയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മഴയാണ് സാക്ഷ്യം വഹിച്ചത്. ഒത്തിരിയധികം നാശനഷ്ടങ്ങൾ, മതിലിടിഞ്ഞ സംഭവങ്ങൾ, മരം കടപുഴകി വീണ സംഭവങ്ങൾ, മൊത്തത്തിൽ പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് കേരളത്തിന്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിന് ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയാം അല്ലേ? ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉള്ളതും വടക്കൻ കേരളത്തിലാണ് എന്ന് തോന്നുന്നു. വിഷ്ണുപ്രിയ, ഗുഡ് മോർണിംഗ്. ഇന്നലെ റെഡ് അലേർട്ട് ആണെങ്കിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. എങ്കിൽ പോലും മഴ അതിന് ശമനമില്ലാതെ തന്നെ പെയ്യുകയാണ്. ഇന്നലെ വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ വലിയ ശക്തിയായ, അതായത് അതിശക്തമായ മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിലുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ നേരിയ തോതിൽ പെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ പോലും മഴ നേരിയ തോതിലാണ്. കോഴിക്കോട് ജില്ലയിൽ അവധികളോ മറ്റൊന്നും തന്നെ ഇല്ല. യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, മഴ ശക്തി കുറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല. ഇപ്പോഴും മലയോര മേഖലകളിലുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ട്, ഒപ്പം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത്തരമുള്ള അപകട സാധ്യതയുണ്ടെങ്കിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി കാലങ്ങളിൽ ഇത്തരം വഴികളിലൂടെയുള്ള യാത്ര അത് കഴിവതും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. ഒപ്പം മരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ വിവരം അറിയിക്കണം. അത് വലിയൊരു അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം നിർദ്ദേശങ്ങളെല്ലാം നൽകുകയും ചെയ്തത്. ഇന്നലെ രാവിലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ പെയ്ത മഴയിൽ കോഴിക്കോട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ട് വൈകുന്നേരം വരെ തുടരുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം വലിഞ്ഞ അവസ്ഥയിലാണുള്ളത്. കാരണം അത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിനാലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള കാരണമെന്നടക്കം വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരടക്കം പരാതി പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്നത്തെ ദിവസത്തേക്ക് പറയുകയാണ്, ഇന്ന് മഴ ഈ സമയം അത്രയും ചെറിയ തോതിലുള്ള മഴയാണ്. വരും സമയങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ആളുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പാലിക്കണമെന്നടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണുപ്രിയ. ശരി ദിലീപ് പറഞ്ഞ പോലെ തന്നെ റെഡ് ഓറഞ്ച് അലേർട്ടുകളൊന്നും ഇല്ലെങ്കിലും ഈ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുകയാണെങ്കിൽ അതും നമ്മൾ മുന്നറിയിപ്പൊക്കെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പാലിക്കേണ്ട ദിവസം തന്നെയാണ് ഇന്നും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എന്ന്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസും ദിലീപ് ദേവസ്യയും.